കായംകുളം നഗരസഭയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച LDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. നഗരത്തിന്റെ വികസനക്ഷേമത്തിനുള്ള പുതിയ പദ്ധതികളോ നിർദ്ദേശങ്ങളോ ബജറ്റിൽ ഇല്ലാത്തതിന്റെ ജാള്യത മറയ്ക്കാനാണ് അവതരണവും ചർച്ചയും ഒരേ ദിവസമാക്കിയതെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് പറഞ്ഞു. കായംകുളം നഗരസഭയുടെ 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച LDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. ബജറ്റിൽ നഗരത്തിന്റെ വികസനക്ഷേമത്തിനുള്ള പുതിയ പദ്ധതികളോ നിർദ്ദേശങ്ങളോ ഇല്ല എന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് പറഞ്ഞു. ഉത്തരമില്ലാതാകുമ്പോൾ സഭ വിട്ടോടും ചെയർമാനെ നിങ്ങളുടെ ഒളിച്ചോട്ടം. കായംകുളം പട്ടണത്തിന്റെ പൊതുവികസനവും ക്ഷേമവും കായംകുളം പട്ടണത്തിലെ മാലിന്യ നിർമ്മാർജ്ജനവും അടക്കം ലൈഫ് പദ്ധതി അടക്കമുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കഴിഞ്ഞ LDF ഭരണകാലത്ത് ഇവിടെ നടപ്പാക്കി വന്നതിന്റെ തുടർച്ചയായി ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ചിന്തിച്ചത് ഇതെല്ലാം തന്നെ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ ബഡ്ജറ്റ് വളരെ ശുഷ്കമായിട്ടുള്ള യാതൊരു വികസനക്ഷേമ പദ്ധതികളോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുതകുന്ന സംരംഭങ്ങൾ അടക്കമുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി വന്നത് തുടർന്ന് ഈ ബഡ്ജറ്റിൽ അതിന് യാതൊരുവിധ പരിഗണനയോ ഒന്നും തന്നെ നൽകാതെയാണ് ഈ ബഡ്ജറ്റ് ഇവിടെ ഈ സഭയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് നിരാശാജനകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചെയർമാനെ സംബന്ധിച്ച് ചെയർമാന് യാതൊരു തരത്തിലുള്ള പൊതുപ്രവർത്തന പരിചയമോ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാനോ ഒന്നും പ്രാപ്തനായ ചെയർമാൻ അല്ല. പക്ഷെ ആ ചെയർമാനെ നയിക്കുന്ന അദൃശ്യ ശക്തികളാണ്. ആ അദൃശ്യ ശക്തികൾ ഈ പട്ടണത്തിന്റെ സങ്കുചിത താൽപര്യങ്ങൾ പേറുന്നവരാണ്. അവർക്ക് ഈ പട്ടണത്തിന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയോ സ്വപ്നങ്ങൾക്കോ അതിന്റെ സാക്ഷാത്കാരത്തിനോ യാതൊരുവിധ താൽപര്യവുമില്ല. ഈ ഭരണത്തെ തിരുത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ക്രിയാത്മക പ്രതിപക്ഷമെന്ന നിലയിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കായംകുളം നഗരത്തിന്റെ പൊതുവികസനത്തിനും ക്ഷേമത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മാലിന്യ സംസ്കരണത്തിനും സഹായകരമായ യാതൊരു പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ LDF ഭരണകാലത്ത് നഗരത്തിന്റെ പൊതുവികസനത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും ഉള്ള പദ്ധതിയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സംരംഭങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്താൻ UDF ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. നൂതനമായ യാതൊരു നിർദ്ദേശങ്ങളോ പദ്ധതികളോ ഇല്ലാത്ത ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ ജാള്യത മറയ്ക്കാനാണ് അവതരണവും ചർച്ചയും ഒരു ദിവസം തന്നെ ആക്കിയത്. ഇത് സഭയെയും ജനങ്ങളെയും വിഡ്ഢികളാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ബജറ്റിന്റെ അവതരണവും ചർച്ചയും കൗൺസിൽ അംഗങ്ങൾക്ക് ബജറ്റ് സംബന്ധിച്ച് പഠിച്ചു മനസ്സിലാക്കി കൗൺസിലിൽ ചർച്ച ചെയ്യാൻ സഹായകരമായ രീതിയിൽ സംഘടിപ്പിക്കണമെന്നായിരുന്നു LDF നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ നിർദ്ദേശത്തിന് അംഗീകാരം നൽകാതെ ഒരു ദിവസം തന്നെ അവതരണവും ചർച്ചയും നടത്തി ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. LDF പ്രതിഷേധത്തിന് S. കേശുനാഥ്, മിനി സലീം, A. നസീർ, A. അബ്ദുൽ ജലീൽ, അബ്ദുൽ വാഹിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.